ഡോക്ടർ അതുപോലെ ഇപ്പോൾ ഇലക്ഷൻ വരെ ഇപ്പോൾ അടുത്ത മാസം 9-ന് ഇലക്ഷനാണ്. അപ്പോൾ അതിൻ്റെ പ്രചരണം നടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് തുടങ്ങി കഴിഞ്ഞു. പക്ഷേ മതത്തെ കൂടുതലായി എടുത്തു കാണിച്ചുകൊണ്ട് പലതും പറയുന്നത് കേട്ടു നമ്മൾ. അതായത് മതത്തിന് സ്വാധീനം അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതിക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് ആ മതത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് ജയിക്കേണ്ടത് എന്ന രീതിയിലേക്ക് ചില പരാമർശങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഡോക്ടർക്ക്? നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വളരെ ശക്തമായ ഒരു ഭരണഘടന എന്ന് പറയുമ്പോൾ തന്നെ അത് പല രാജ്യങ്ങൾക്കൊരു മാതൃക തന്നെയാണ്. കാരണം അതിൻ്റെ ആ മാതൃകത്വം എന്ന് പറയുന്ന മാതൃക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് വളരെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള വിശ്വാസങ്ങൾ സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു മതേതരത്വ കാഴ്ചപ്പാട് ഇന്ത്യ എല്ലാ കാലത്തും നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മതേതരത്വം എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തുള്ള ഒരു മതേതരത്വ ബോധമല്ല നമ്മൾ കാഴ്ചവെക്കുന്നത് അല്ലെങ്കിൽ പിന്തുടരുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് ഏത് മതവും നമുക്ക് ഏത് കാലഘട്ടത്തിലും എപ്പോഴും എവിടെയും പറയാമെന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ് നമ്മുടെ മതേതരത്വം. മറിച്ച് നമ്മുടെ ഒരു മതേതരത്വ ബോധത്തിൽ മറ്റൊരു മതവിശ്വാസിയുടെ വിശ്വാസത്തെ നമുക്ക് ഹനിക്കാൻ പാടില്ല എന്ന ബോധത്തിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മതേതരത്വം എന്ന് പറയുന്നത് ഭൂപ്രദേശം മാറുന്നതനുസരിച്ച് വ്യത്യസ്ത മാനങ്ങൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്. അത് ഇന്ത്യ കാര്യത്തിൽ മറ്റൊരു രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നമുക്ക് സമ്മാനിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ സ്വാതന്ത്ര്യ സമരത്തോടെല്ലാം ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്നത് വളരെ പ്രകീർത്തിക്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം. പക്ഷേ നമ്മൾ ആ സ്വാതന്ത്ര്യ സമരം നൽകിയ ഒരു തിക്താനുഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൈപ്പേറിയ ഒരു പാഠം എന്ന് പറയുന്ന അതിൻ്റെ ഒരു സംഭാവന എന്ന് പറയുന്നതാണ് ഈ പറയുന്ന മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വെക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രവണതയുടെ പ്രതിഫലനം തന്നെയാണ് മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഈ രാഷ്ട്രീയം. ഇന്ന് ഇന്ത്യയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് വളരെ പ്രബലമായിട്ടുള്ള ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമുക്കറിയാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നൊരു കാലഘട്ടം ബ്രിട്ടീഷുകാരെ എതിർക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ ആ ബ്രിട്ടീഷുകാരെ എതിർക്കേണ്ട ഒരു ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഉരുത്തിരിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ പുറകെ സഞ്ചരിച്ചുകൊണ്ടുണ്ടായതല്ല ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നീട് ഈ പറയുന്ന ജനങ്ങളെല്ലാം അതിൻ്റെ ഭാഗമാക്കണമെന്ന് ചിന്തിക്കുന്നൊരു വിഭാഗം ഉണ്ടാകുന്നു. ആ ചിന്തയിൽ നിന്നാണ് പിന്നീട് ഈ പറഞ്ഞ ജനവിഭാഗങ്ങളെല്ലാം അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ജനസമൂഹങ്ങളെല്ലാം അതിൻ്റെ പുറകെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായി മാറിയിട്ടുള്ളവരെല്ലാം തന്നെ ഉന്നതകുലജാതരായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ മേൽത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്തരമൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ബ്രിട്ടനെ സംബന്ധിച്ചുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതപരമായ ഒരു കാഴ്ചപ്പാടായിരുന്നു. അപ്പോൾ വിദേശികളായിട്ടുള്ള ആൾക്കാർ വൈദേശിക ശക്തിയെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് പോകുമ്പോൾ അവർ എന്നും കണക്കാക്കുന്നത് ഇത്തരം വിഭാഗങ്ങളെ മ്ലേച്ഛന്മാരെന്നൊരു കാഴ്ചപ്പാടിൽ കണക്കാക്കുന്നതുകൊണ്ടാണ് അവരോട് ബന്ധപ്പെട്ടുന്ന ഭരണകൂടത്തെ നമ്മൾ എതിർക്കണമെന്നും നമ്മുടേതായിട്ടുള്ള ഭരണകൂടം ഉണ്ടാകുന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആശയം അവരിൽ അന്തർലീനമായിരിക്കുന്നു മതത്തോട് ബന്ധപ്പെട്ടായതും അവരുടെ വിശ്വാസങ്ങളെല്ലാം തന്നെ ആ മതത്തോട് ബന്ധപ്പെട്ട മതവിശ്വാസമായതുകൊണ്ട് തന്നെ അവരോട് ബന്ധപ്പെട്ട അനുയായികൾ സ്വാഭാവികമായിട്ടും മതവിഭാഗത്തോട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നിൽ സഞ്ചരിച്ച എല്ലാ വക്താക്കളും ജവഹർലാൽ നെഹ്റുവെ പോലുള്ള ചില വക്താക്കൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുണ്ടാകുന്ന ഭൂരിപക്ഷം ആളുകളും ഈ മതവിശ്വാസികളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളത്. സന്യാസിമാരുടെയും അതുപോലെ തന്നെ മതത്തിനു വേണ്ടി സംസാരിക്കുന്ന മതത്തിനു വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുടെ കൂട്ടായ്മയായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് വരുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ. അപ്പോൾ അത്തരം വിഭാഗങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളുണ്ട്. രാമരാജ്യം എന്ന് പറയുന്ന കാഴ്ചപ്പാടുണ്ട്. രാമനെ മുന്നിൽ നിർത്തിയുണ്ടാകുന്ന ഒരു ഒരു മാതൃകാപരമായിട്ടുണ്ടാകുന്ന ഒരു ഭാരതം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇത്തരം വിഭാഗങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ തയ്യാറായില്ല. അതിൻ്റെ തിക്താനുഭവങ്ങളാണ് ഇന്ത്യ ഇന്ന് പേറുന്നത്. ഞാൻ പറഞ്ഞു വെക്കുന്ന മറ്റൊന്നുമല്ല, അവർ മുന്നോട്ട് വെക്കുന്ന ആ കാലഘട്ടത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന എന്താണ് നമ്മളുടെ വളരെ സമ്പന്നമായ ഒരു മാതൃകാ രാജ്യമാണെന്നും ആ മാതൃകാ രാജ്യം എന്ന് പറയുന്നത് രാമനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാജ്യമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന മാതൃകാ രാജ്യം രാമനോട് ബന്ധപ്പെട്ടല്ലെന്നും എല്ലാ വിശ്വാസികളോടും ബന്ധപ്പെട്ട് വരുന്ന ആ വിശ്വാസം പുലർത്താത്തവരുടെയും കൂടി രാജ്യമാണ് നമ്മൾ വിഭാവനം ചെയ്യേണ്ടുന്നൊരു ബോധം ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ മുന്നിൽ കാഴ്ചവെച്ചില്ല. അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ മതത്തോട് ബന്ധപ്പെട്ട ഏതൊരു ആവശ്യത്തെയും സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുവദിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോയത്. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ജാതീയത, ആ ജാതീയതയോട് മുന്നോട്ട് വെക്കുന്ന സംഘടനകൾ, ആ സംഘടനകളുടെ വളർച്ച, അതുപോലെ തന്നെ ആര്യ സമാജത്തോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന എഴുത്തുകൾ, ആ എഴുത്തുകളെല്ലാം തന്നെ ക്രിസ്തുമതത്തെയും ഈ പറയുന്ന ഇസ്ലാം മതത്തിനെയും എതിർത്തുകൊണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് പുലർത്തുന്ന ഒരു സ്വാതന്ത്ര്യ കാലഘട്ടത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഇങ്ങേ തലക്കൽ നിൽക്കുന്ന ആ രാഷ്ട്രീയ നേതൃത്വം, ആ രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഏതൊരാളുകളും ആ ഒരു മതവിശ്വാസത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ വംശീയമായ ഒരു രാഷ്ട്രീയത്തിന് പുറകിൽ സഞ്ചരിക്കുമ്പം സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞു വെക്കുന്നത്
1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഏതൊരു പ്രവർത്തനവും വംശീയമായിട്ടുള്ള കാഴ്ചപ്പാടോട് ബന്ധപ്പെട്ട് വരുന്ന, മതപരമായ കാഴ്ചപ്പാടോട് ബന്ധപ്പെട്ട് വരുന്ന, ജാതീയമായ കാഴ്ചപ്പാടോട് ബന്ധപ്പെട്ട് വരുന്ന സ്വാതന്ത്ര്യ സമരങ്ങളായിരുന്നു. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ അതിനെ എതിർക്കാൻ ആർജവമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാതൃരാജ്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഞങ്ങൾ വിഭാവനം ചെയ്ത അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചു പോയിട്ടുള്ള രാമരാജ്യമാണെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ ഭരണകൂടത്തിന് ഒരിക്കൽ കഴിയില്ലായിരുന്നു. കാരണം അതിനുള്ള എല്ലാവിധ വളവും വെച്ചു കൊടുത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. അതിൻ്റെ പുറകിൽ സഞ്ചരിച്ചൊരു വിഭാഗം സ്വാഭാവികമായിട്ടും ഞങ്ങൾ മുന്നോട്ട് വെച്ച രാമരാജ്യം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാജ്യം, ആ രാജ്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ അലകൾ എല്ലാ കാലത്തും നിലനിർത്തണം ആഗ്രഹിക്കുമ്പോൾ ആ അലകളോട് ബന്ധപ്പെട്ടാണ് 1980 BJP ഉണ്ടാകുന്നത്. ആ BJPയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗം ഇന്ത്യയിൽ ഏറ്റവും പുതിയ രീതിയിലുള്ള ആശയങ്ങൾ, മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന വംശീയമായ ഒരു കാഴ്ചപ്പാട് പറയുമ്പോൾ അത് BJPയുടെ മാത്രം കാഴ്ചപ്പാട് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെയാണ് സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട് വരുന്ന അത്തരം ആ ഭരണകൂടം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ നേതാക്കന്മാർ അനുവദിച്ചു കൊടുത്ത ഒരു കാര്യങ്ങൾ വരും തലമുറയും ഏറ്റുപിടിച്ചു. അത് ഏറ്റവും ഗുണകരമായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുന്ന ഈ കാലഘട്ടത്തിൽ BJPയാണ്. ആ BJPയോട് ബന്ധപ്പെട്ട ഒരു വക്താവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നൊരു വക്താവ്, അദ്ദേഹം എന്ന് പറയുന്നത് ഗുരുവായൂരിനോട് ബന്ധപ്പെട്ട് വരുന്ന അവിടെ മത്സരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന BJPയുടെ ഒരു ഘടകത്തിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്, ആ പ്രദേശത്ത് അതായത് ആ ഒരു ഭൂപ്രദേശം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗുരുവായൂരിനോട് ബന്ധപ്പെട്ട് വരുന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് അവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് വളരെ അറിയപ്പെടുന്നത്. യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ പ്രദേശത്ത് ഈ പറയുന്ന ഹിന്ദുക്കൾ മാത്രമല്ല അല്ലെങ്കിൽ വിശ്വാസികൾ മാത്രമല്ല നിലനിൽക്കുന്നുള്ള ബോധത്തിലേക്ക് അദ്ദേഹം എത്താത്തതിൻ്റെ കാരണം ഈ പറയുന്ന ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ പുറകിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ആ ജീനുമായി ജീവിക്കുന്ന ഒരു വക്താവായതുകൊണ്ടാണ്. അപ്പോൾ അത് തുടങ്ങി വെച്ചെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന ഒരു കാര്യം, അതായത് എല്ലാ ജനങ്ങളും ഒരുപോലെ കണക്കാക്കണമെന്നുള്ള ഒരു പൗരബോധത്തിലേക്ക് എത്താൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനോ നമ്മുടെ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിന് അതിനുവേണ്ടി അതുപോലെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വക്താവ് ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പ്രദേശത്ത് ഈ പറയുന്ന ഗുരുവായൂരിനോട് ബന്ധപ്പെട്ട് വരുന്ന, നമുക്കറിയാം ഗുരുവായൂരിനോട് ബന്ധപ്പെട്ട് വരുന്ന തീ പിടിക്കുമ്പോൾ ആ തീകെടുത്ത് എന്ന് പറഞ്ഞ അവിടുത്തെ മാപ്പിള സമുദായമായിരുന്നെന്ന് ഈ പറയുന്ന അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു വെറുതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കുകളെല്ലാം നമ്മൾ തീർച്ചയാക്കേണ്ടതുണ്ട്. വെറുതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കുകൾ അതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അതായത് മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന വംശീയമായിട്ടുണ്ടാകുന്ന കാഴ്ചപ്പാടുകൾ ഏത് രാഷ്ട്രീയം പിന്തുടരുന്നുണ്ട്. അത് ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ടവരാകട്ടെ, ക്രിസ്തു മതത്തോട് ബന്ധപ്പെട്ടവരാകട്ടെ, ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ടവരാകട്ടെ. പക്ഷേ വലിയൊരു ശക്തിയായിട്ട് നിലനിൽക്കുന്ന ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ അത് തുറന്നു പറയാനുള്ള ശക്തമായ ഒരു വക്താക്കളായിട്ട് നിലനിൽക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അവർ ഇത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.